ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. കിംസിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ആലിൻ ഷെറിന്റെ സംസ്കാരം നാളെ മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളിയിലെ സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ നടക്കും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി കൂടി ചേരുന്നുണ്ട്. ആദ്യം വിഷ്ണുവിലേക്കാണ്. വിഷ്ണു, അങ്ങനെ 5 കുരുന്നുകൾക്ക് ജീവൻ നൽകിക്കൊണ്ടാണ് ആ കുരുന്നുമാലാക ഈ ഭൂമിയോട് വിട പറയുകയാണ്. ഇനി സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അറിയേണ്ടതുള്ളത്. വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷം ആലിൻ ഷെറിന്റെ മൃതദേഹം മല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ജന്മസ്ഥലം. അവിടെ നിലവിൽ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അവിടെ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. നാളെ 3 മണിയോടുകൂടിയാണ് സംസ്കാരം തീരുമാനിച്ചിരിക്കുന്നത്. മല്ലപ്പള്ളിയിലെ വീടിനോട് ചേർന്നുള്ള നെടുങ്ങപ്പാടപ്പള്ളി സെന്റ് തോമസ് ചർച്ചിലാണ്, സെമിത്തേരിയിലാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും. അത് നാളെ ആയിരിക്കും പൊതുദർശനം ഉണ്ടാകുക എന്ന് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആലിൻ ഷെറിൻ. പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല. എന്നാൽ പോലും ആലിൻ ഒരുപാട് പേർക്ക് ജീവനേകിയാണ് മടങ്ങിപ്പോകുന്നത്. ആ കുടുംബത്തോടൊപ്പം അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വം. അവരെ ചേർത്ത് പിടിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി നമുക്ക് ഉണ്ട്. അതെല്ലാവരും വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. എങ്ങനെയാണ് ആ കുടുംബത്തെ സമൂഹവും അതോടൊപ്പം തന്നെ ആശുപത്രി അധികൃതരും ഒക്കെ ചേർത്ത് പിടിക്കുന്നത്. ഇനിയും തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീനിധി, തീർച്ചയായും അത് തന്നെയാണ്. ആ കുടുംബത്തെ ഇനി നമ്മളാണ് ചേർത്ത് പിടിക്കേണ്ടത്. കാരണം അത്രയും വൈകാരികമായ ഒരു നിമിഷത്തിൽ കൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ കുഞ്ഞു വഴി ഇനിയുള്ള 5 കുരുന്നുകൾ തിരിച്ച് ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് മാത്രമാണ് അതീവ ദുഃഖത്തിലും ആ കുടുംബം ചിന്തിച്ചത്. നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി കൂടി ചേരുന്നുണ്ട്. ജിബിൻ, അങ്ങനെ അവയവം മാറ്റിവെച്ചവരുടെ ആരോഗ്യസ്ഥിതിയെ പറ്റിയാണ് ഇനി അറിയേണ്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത്രയും വൈകാരികമായിട്ടാണ് ആ കാഴ്ചകൾ കണ്ടത്. ഇപ്പോഴിതാ ഇനി അറിയേണ്ടത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളക്കര പ്രാർത്ഥനയോടെ നിൽക്കുകയായിരുന്നു. കാരണം ഈ ശസ്ത്രക്രിയ പൂർണ്ണമാകാൻ അത്രത്തോളം വിജയിച്ച് ആ കുരുന്നുകളൊക്കെ തിരിച്ച് ജീവിതത്തിലേക്ക് വരാൻ. ഇപ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ശ്രീനിധി, കഴിഞ്ഞ ദിവസം ഈ അവയവങ്ങൾ തിരുവനന്തപുരത്തേക്ക് വിജയകരമായി എത്തിച്ചതിനു ശേഷം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ഈ ശസ്ത്രക്രിയയുടെ തുടർ നീക്കങ്ങളിലേക്കാണ്. എന്തായിരുന്നാലും ആദ്യ ശസ്ത്രക്രിയ, അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്ന വൃക്കകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള ശ്രേയ എന്ന 10 വയസ്സുകാരിയാണ് കരളുകൾ സ്വീകരിച്ചത്. ആ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭിച്ചിരിക്കുന്ന വിവരമാണ്. അതായത് KS ഓട്ടോയുടെ ഡയറക്ടർ കൂടിയായ നോബൽ ഇഗ്നീഷ്യസ് ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പക്ഷേ ഈ കിംസ് ആശുപത്രിയിൽ അവിടെയാണ് കരൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവം സ്വീകരിക്കുന്ന ഒരു കുട്ടി, അതായത് വെറും 6 മാസം മാത്രം പ്രായമുള്ള ഡ്രിയ എന്ന് പറയുന്ന തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിനിയുടെ ശസ്ത്രക്രിയയാണ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കുറച്ചുകൂടി സങ്കീർണമാണ്. കാരണം 14 മുതൽ 15 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 കൂടി തന്നെ അവിടെ ശസ്ത്രക്രിയ ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് എറണാകുളത്ത് നിന്ന് ഈ ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുകയും വൃക്കകൾ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായിരുന്നാലും നിലവിൽ ഈ ശസ്ത്രക്രിയ ഇപ്പോൾ വിജയകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു 9:30-10 മണിയോടുകൂടി തന്നെ ഈ ഒരു ശസ്ത്രക്രിയ പൂർത്തിയാകും. അതിനുശേഷം മാത്രമായിരിക്കും അവിടെ നിന്നുള്ള തുടർ വിവരങ്ങൾ നമുക്ക് ലഭിക്കുക. എന്തായാലും 2 ശസ്ത്രക്രിയകളും വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് KS ഓട്ടോയും ആശുപത്രി അധികൃതരും. തീർച്ചയായും ജിബിൻ പറഞ്ഞതുപോലെ തന്നെ അത്രയും വിജയകരമായി തന്നെ ആ 2 ശസ്ത്രക്രിയകളും പൂർത്തിയാകട്ടെ എന്ന് തന്നെയാണ് കേരളക്കാർ ഒരുപോലെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്, ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ലഭ്യമാണോ? നമുക്ക് നിലവിൽ പ്രതികരണം ലഭിച്ചിട്ടുള്ളത് KS ഓട്ടോ ഭാരവാഹികളിൽ നിന്നാണ്. KS ഓട്ടോയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള നോബൽ ഇഗ്നീഷ്യസ് ആണ് ഈ ആശുപത്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം 2 ആശുപത്രിയിലും നടന്നുകൊണ്ടിരിക്കുന്ന ശസ്ത്രക്രിയ നേരിട്ട് നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് ഏകോപിപ്പിക്കുന്നത് KS ഓട്ടോയാണ്. അത് സംബന്ധിച്ചിട്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നോ കിംസ് ആശുപത്രിയിൽ നിന്നോ മറ്റു കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. കാരണം ഈ മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയ, വൃക്കകൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ 10 വയസ്സുകാരിയായിട്ടുള്ള തിരുവനന്തപുരം സ്വദേശിനി ശ്രേയയാണ് വൃക്കകൾ
കുഞ്ഞുങ്ങൾ സ്വീകരിക്കുന്നത്. ആ ശസ്ത്രക്രിയയാണ് അവിടെ വിജയകരമായി പൂർത്തിയായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അത് പൂർത്തിയാക്കാൻ കഴിയുന്നത്. രാത്രി ഏറെ വൈകിയും ശസ്ത്രക്രിയ പുരോഗമിച്ചിരുന്നു. നമ്മൾ ഏകദേശം കഴിഞ്ഞ ദിവസം ബുള്ളറ്റിൽ അവസാനിപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ആ ഒരു ശസ്ത്രക്രിയ അവസാനിപ്പിക്കുന്നു. എന്തായാലും അവിടെയുള്ള ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ നടന്ന ശസ്ത്രക്രിയയാണ് വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഉറ്റുനോക്കാനുള്ളത് കിംസ് ആശുപത്രിയിലാണ്. കാരണം കിംസ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ എന്ന് പറയുന്നത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അതാണ് ഏറ്റവും സങ്കീർണം. കാരണം ആ കുഞ്ഞിന്റെ പ്രായം, സ്വീകർത്താവായിട്ടുള്ള കുഞ്ഞിന്റെ പ്രായം എന്ന് പറയുന്നത് വെറും 6 മാസം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്രയും പ്രായം കുറഞ്ഞ ഒരു കുട്ടി ഒരു അവയവം സ്വീകരിക്കുന്ന ഒരു ശസ്ത്രക്രിയ തന്നെ നടക്കുന്നത്. എന്തായാലും ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു ശസ്ത്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ഡോക്ടർമാരുടെ 2 വിദഗ്ധരായിട്ടുള്ള ഷബീർ അലി എന്ന് പറയുന്ന ഡോക്ടറിനെ ഷിറാസ് എന്ന് പറയുന്ന ഡോക്ടറുടെ നേതൃത്വത്തിലാണ് അവിടെ ശസ്ത്രക്രിയ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 14 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ സങ്കീർണതകളും ഏറെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ കുട്ടിയുടെ പ്രായക്കുറവ്, വെറും 6 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇവിടെ അവയവം സ്വീകരിക്കുന്നത്. ദാതാവ് എന്ന് പറയുന്നതും 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു അവയവദാനത്തിൽ എടുക്കേണ്ടതിനേക്കാൾ മുൻകരുതലുകൾ, ശ്രദ്ധയൊക്കെ തന്നെ ഈ ഒരു അവയവമാറ്റൽ ശസ്ത്രക്രിയയിൽ എടുക്കേണ്ടതുണ്ട്. എന്തായാലും കൃത്യമായി ഇപ്പോൾ നിലവിൽ നമുക്ക് കിംസ് ആശുപത്രിയിൽ നിന്നും KS ഓട്ടോയിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ശസ്ത്രക്രിയ നിലവിൽ വിജയകരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 9:30-10 മണിയോടുകൂടി തന്നെ ഈ ഒരു ശസ്ത്രക്രിയ മുഴുവനായി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ള ശസ്ത്രക്രിയ പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് ഈ അവയവം മാറ്റിവെച്ച കുട്ടികളിൽ ഈ അവയവങ്ങൾ, അതായത് ആലിൻ എന്ന് പറയുന്ന ഈ 10 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ, മറ്റ് 2 ശരീരങ്ങൾ, അത് ജീവന്റെ തുടിപ്പ് ആ ശരീരങ്ങളിൽ എത്തി എന്നുള്ള ഒരു വാർത്ത അത് ഔദ്യോഗികമായി ലഭിക്കുന്നതാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ശ്രീനിധി. തീർച്ചയായും അങ്ങനെ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. അതോടൊപ്പം തന്നെ കിംസിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ പുരോഗമിക്കുകയാണ്. ഇന്ന് ഏകദേശം 10 മണിയോടെ തന്നെ ആ ശസ്ത്രക്രിയ അവസാനിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ആലിൻ ഷെറിന്റെ സംസ്കാരം നാളെ മല്ലപ്പള്ളി നെടുങ്ങാണപ്പള്ളിയിലെ സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിലാണ് നടക്കുക. അങ്ങനെ ആ കുരുന്ന് ഇന്ന് ഈ ഭൂമിയോട് വിട പറയുമ്പോൾ മറ്റ് 5 കുരുന്നുകൾക്ക് ജീവൻ പകുത്തു നൽകുകയാണ്. 5 കുരുന്നുകൾ ആലിനിലൂടെയാണ് ഇനി ജീവിക്കാൻ പോകുന്നത്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജേബിയാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.